one and all. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്, കുറച്ച് സ്കീംസ്, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഒരു 5 to 6 മാർക്സ് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എൻവയോൺമെന്റ് ഉണ്ട്, സ്കീംസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 5 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കണ്ടുകൊണ്ട് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഇന്ന് നാച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് സയൻസ് എടുത്തു? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് നമ്മുടെ എൻവയോൺമെന്റ് ഡേ ആണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ സെഷൻ പ്രൊജക്ട്. ഓക്കെ, അപ്പൊ പ്രൊജക്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട 3 ജീവികളാണ് ടൈഗർ, എലിഫന്റ് ആൻഡ് റൈനോ. ഇനി ഒരാളുടെ ഉണ്ട് വൾച്ചർ. ഓക്കെ, വൾച്ചറിനെ പറ്റി പിന്നെ പറയാം. ബട്ട് നൗ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദിസ് 3 ബ്യൂട്ടിഫുൾ അനിമൽസ്. ഫസ്റ്റ് വൺ ഈസ് ടൈഗർ. പ്രൊജക്ട് ടൈഗർ വന്ന വർഷമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, വേറെ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പ്രൊജക്ട് ടൈഗർ വന്ന വർഷം ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിന് മുന്നേ നമ്മൾ ടൈഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? പഗ് അല്ലെ? പഗ് മാർക്ക് എന്ന് പറയും. പഗ് മാർക്ക് സെൻസസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ടൈഗർ സെൻസസ് എടുക്കുമ്പോൾ പഗ് മാർക്ക് വെച്ചിട്ട്, പഗ് മാർക്ക് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൈയാണ് അല്ലെ, ഹാൻഡ് പ്രിന്റ് എന്ന് പറയും. ഫുട്ട് ആണെങ്കിൽ ഫുട് പ്രിന്റ് എന്ന് പറയും. അതുപോലെ നമ്മുടെ ടൈഗർ നടന്നു പോകുമ്പോൾ ടൈഗറിന്റെ കാൽപാദം കൊണ്ടുണ്ടാവുന്ന പ്രിന്റിനെയാണ് പഗ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ പഗ് മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഇങ്ങനെയായിരിക്കും അവരെ പഗ് മാർക്ക് ഇരിക്കുന്നത് ടൈഗറിന്റെ. അപ്പോ ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ 3 സംഭവങ്ങൾ ഇങ്ങനെ വരും, 3. അപ്പൊ ഇത് 1973 ആണ് ഇതിന്റെ വർഷം. അപ്പൊ നിങ്ങൾക്ക് അവസാനത്തെ ഈ നമ്പർ മാറ്റിയിട്ടായിരിക്കും മോസ്റ്റ് ഓഫൺ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഈ 1973 ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ 1970s എന്ന് ഓർക്കും, പക്ഷെ 3 എന്ന് ഓർക്കാൻ വളരെ പാടായിരിക്കും. സോ ഓർത്തിരിക്കുന്നവർ ഓർത്തിരുന്നോളൂ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞത്. യു ജസ്റ്റ് ഹാവ് ടു തിങ്ക് അബൌട്ട് ദി പഗ് മാർക്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, 3 ആണ്, 1973 ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തത് എലിഫന്റ്. എലിഫന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ആന അല്ലെ? ആന നമ്മൾ എഴുതുന്ന. നമുക്ക് ഇത് വെച്ചിട്ട് ആനേനെ വരയ്ക്കാൻ പറ്റും. വരയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ആനയെ വരയ്ക്കാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 2 അല്ലെ? 2 പോലെയല്ലേ ഇരിക്കുന്നത് ഈ ഒരു ഭാഗം? 2 പോലെ. ഇതിൽ നമുക്കൊരു 2 കിട്ടും. ഓക്കെ, എന്തായാലും അത് പറയുന്ന റീസൺ ഇറ്റ്സ് 1992. പ്രൊജക്ട് എലിഫന്റ് വന്ന വർഷം 1992 ആണ്. സോ ദിസ് 2 യു ക്യാൻ ജസ്റ്റ് കണക്ട് വിത്ത് ദിസ്. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് റൈനോ. റൈനോസറസ് എന്ന് പറയുമ്പോൾ പ്രൊജക്ട് റൈനോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഏത് റൈനോസറസ് ആണ്? 1 horned റൈനോസറസ് ആണ്, അതായത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അപ്പം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ആ റൈനോസറസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു പ്രൊജക്ട് റൈനോ വന്നത്. പ്ലസ് ആ ഒരു ഫാക്ടർ കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഇത് വന്നത് 2011ലാണ്. ഓക്കെ, സോ അപ്പൊ ഈ 2 വണ്ണും നിങ്ങൾക്ക് ഈ 1 horned റൈനോസറസിന് കിട്ടും, ആ ഒരു ഫാക്ടിൽ നിന്ന് കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ഫാക്ടിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങൾ പഠിച്ചു. പഗ് മാർക്ക് സെൻസസ് ഉണ്ടെന്ന് പഠിച്ചു, അത് ടൈഗറുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ വർഷം പഠിച്ചു അല്ലെ? എലിഫന്റ്, പിന്നെ ആർട്ടിസ്റ്റ് ഉള്ളവർക്ക് അത് പഠിച്ചു. പിന്നെ 1992 റൈനോസറസ് 2011 എന്നറിയാം. നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് 1 horned റൈനോസറസ് ആണ്. 2 horned റൈനോസറസ് ഉണ്ട്, അത് സുമാത്രയാണ്. സുമാത്രൻ റൈനോസറസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇന്ത്യയിൽ കാണപ്പെടുന്നു ഇന്ത്യൻ 1 horned റൈനോസറസ് ആണ്. ഇന്ത്യൻ 1 horned റൈനോസറസ് എവിടെയാണ് കാണപ്പെടുന്നത്? ആസാമിലെ കാസിരംഗ അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ബാക്കി എല്ലായിടത്തും ഉണ്ട്, ബട്ട് ആസാമിലെ കാസിരംഗയിലാണ് ഏറ്റവും കൂടുതൽ 1 horned റൈനോസറസ് കാണപ്പെടുന്നത്. ആസാമിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാസിരംഗ റൈനോസറസ് പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിന്ന്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ ബൗണ്ടറി പാസ് ചെയ്ത് പോയെന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. എനിവേ, സോ ദിസ് ഇസ് അബൌട്ട് ദി പ്രൊജക്ട് റൈനോ. ദിസ് ഇസ് സ്റ്റാർട്ടഡ് ഇൻ 2011. ഓക്കെ, സോ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2 ആൾക്കാരോട് പഠിക്കാനുണ്ട്. ഒന്ന് ക്രോക്കോഡൈൽ, പ്രൊജക്ട് ക്രോക്കോഡൈൽ. ഓക്കെ, ക്രോക്കോഡൈൽ ബ്രീഡിംഗ് പ്രൊജക്ട്. ക്രോക്കോഡൈൽ ബ്രീഡിംഗ് അറിയാലോ പ്രൊജക്ട്. ഇതെന്ന് പറയുന്നത് 1975ലാണ് വന്നത്. 1975 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധി ഒരു ക്രോക്കോഡൈൽ ആയിരുന്നു എന്നല്ലെങ്കിൽ വലിയ സംഭവമായിരുന്നു. ക്രോക്കോഡൈൽ ഇസ് വൺ ഓഫ് ദി അമേസിംഗ് ബീയിങ്സ് അല്ലെ? അപ്പൊ അതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ക്രോക്കോഡൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് പോവാം. പ്രൊജക്ട് ക്രോക്കോഡൈലൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവരുമായിട്ട് റിലേറ്റഡ്. ബ്ലൂസ്റ്റർ ഉണ്ട്, അതുപോലെ ക്രോക്കോഡൈൽ ആയിട്ടുള്ള എന്തോ ഉണ്ട് ഇന്ദിരാഗാന്ധിയായിട്ട്. അപ്പോൾ ക്രോക്കോഡൈൽ ബ്രീഡിംഗ് പ്രൊജക്ട് എന്ന് പറയുന്നത് 1975ലാണ് ക്രോക്കോഡൈൽ ബ്രീഡിംഗ് പ്രൊജക്ട് വരുന്നത്. അടുത്തൊരു സ്കീമുണ്ട്, സ്നോ ലെപ്പേർഡ് പ്രൊജക്ട്. ഓക്കെ,
സ്നോ ലെപ്പേർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അത് വന്നത് 2009-ലാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. സോ ഇത്രയും സ്കീംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദിസ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കുറേ അനിമൽസ് ആണ്. അതായത് അവർ എക്സ്റ്റിങ്ക്റ്റിന്റെ വേർഷൻ നിൽക്കുന്നതും എൻഡേഞ്ചറും ക്രിട്ടിക്കൽ എൻഡേഞ്ചറും ഒക്കെയാണ് സ്പെഷ്യൽ. അടുത്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, WPSI. അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബെലിൻഡ റൈറ്റ് ആണ്. 1994-ലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഇയർ വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ബർത്ത് ഡേറ്റും അല്ലെങ്കിൽ ബർത്ത് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ ബെലിൻഡ റൈറ്റ് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1994-ലാണ്. ഒക്ടോബർ ആണ് നമ്മൾ വൈൽഡ് ലൈഫ് വീക്ക് ആയിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആണ് നമ്മൾ വൈൽഡ് ലൈഫ് വീക്ക് ആയിട്ട് ആചരിക്കുന്നത്. അടുത്തത് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ആണ് UPSCയുടെ ഫേവറേറ്റ്, കേരള PSCയുടെ ഫേവറേറ്റ്, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, സോ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് 22 സെപ്റ്റംബർ 2003-ലാണ് വന്നത്. അത് വരുന്നതിന്റെ ഉള്ള ആക്ട് ഉണ്ട്, അത് എപ്പോഴും ചോദിക്കും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സെക്ഷൻ 5 പ്രകാരമാണ് ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ബോർഡ് വരുന്നത്, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വൈൽഡ് ലൈഫിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നാഷണൽ ബോർഡാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ. പ്രൈം മിനിസ്റ്റർ ആണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷൻ ചെയർമാൻ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972-ന്റെ സെക്ഷൻ 5 പ്രകാരം വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. 22 സെപ്റ്റംബർ 2003-ലാണ് ഇത് നിലവിൽ വന്നത്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എവിടെയാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ് കാണുന്നത്? ഇത് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, ഒഡീഷ കോസ്റ്റിലുള്ള ഗഹിർമാത അല്ലെ, ഗഹിർമാത വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഗഹിർമാത വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈവൻ ആൻഡമാൻ നിക്കോബാറിൽ വരെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ഉണ്ട് കേട്ടോ. അപ്പം ഗഹിർമാത വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് എവിടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ഗഹിർമാത വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഇൻ ഒഡീഷ. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് നെസ്റ്റിംഗ് സൈറ്റ് ഫോർ ഒലിവ് റിഡ്ലി ടർട്ടിൽ, ലാർജസ്റ്റ് നെസ്റ്റിംഗ് സൈറ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒലിവ് റിഡ്ലി ടർട്ടിലിനെ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് നെസ്റ്റിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഋഷികുല്യ. ഋഷികുല്യയും പിന്നെ ഒരു ബീച്ചും കൂടെ ഉണ്ട്, അത് നമ്മുടെ ഭിത്തർകണിക നാഷണൽ പാർക്ക്. ഇത് രണ്ടും ഒഡീഷ തന്നെയാണ്. അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ ലാർജസ്റ്റ് നെസ്റ്റിംഗ് സൈറ്റ് ആണ്. ഇത് ഋഷികുല്യ ആൻഡ് ഭിത്തർകണിക നാഷണൽ പാർക്ക്. അപ്പം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒലിവ് റിഡ്ലി ടർട്ടിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ പറ്റി കുറച്ച് കൂടുതൽ അറിയാം. ഈ ഒരു ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ സൈറ്റിംഗ്, അതായത് നെസ്റ്റിംഗ് സൈറ്റ്, നെസ്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്, മുട്ടയിടുന്ന ഒരു പ്രോസസ്സിനെ വളരെ ഭംഗിയാണ് കാണാനെന്ന് പറയുന്നത്. ലോകത്തു നിന്നുള്ള പല ആൾക്കാർ വന്നത് കാണും, പക്ഷെ അത് ഫോട്ടോഗ്രാഫി ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പോയി കാണാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ലോക്കൽ കമ്മ്യൂണിറ്റി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന, അതായത് എക്സ്റ്റിങ്ഷന്റെ സമയത്ത് ഇന്ത്യയിൽ എക്സ്റ്റിങ്ഷന്റെ സമയത്ത് എത്തിയത് തിരിച്ചു കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷർമെൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഒഡീഷയിൽ. അപ്പൊ അവരാണ് ഇത് ചെയ്യുന്നത്. അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ കോസ്റ്റിലേക്ക് ഈ ടർട്ടിൽ വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു രീതിയിലുള്ള ലൈറ്റ് പൊല്യൂഷനോ സൗണ്ട് പൊല്യൂഷനോ അവരവിടെ അനുവദിക്കത്തില്ല. ഈവൻ അവർ കുറച്ചു കാലത്തേക്ക് ഫിഷിംഗ് വരെ നിർത്തിവെക്കും. ബിക്കോസ് ഓഫ് അവർക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ടർട്ടിലിന് വന്നിട്ട് മുട്ടയിട്ട് പോകാനും മുട്ടയിട്ട് വിരിയിക്കാനുമുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി. ഓക്കെ, അത് നമ്മളെല്ലാവരും വളരെ വലിയ രീതിയിൽ അക്നോളജ് ചെയ്യേണ്ടതാണ്. അപ്പം അരിബാഡ എന്ന് പറയുന്നത് ഈ ഒരു നെസ്റ്റിംഗ് പ്രോസസ്സാണ്. അതായത് ഒലിവ് റിഡ്ലി ടർട്ടിലിന്റെ നെസ്റ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ അരിബാഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ഇപ്പൊ ഏത് IUCN സ്റ്റാറ്റസ് ചെയ്തെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ടെൽ ഇറ്റ് ഇസ് വൾനറബിൾ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രാവൻകൂർ ടോർട്ടോയ്സ്. ട്രാവൻകൂർ ടോർട്ടോയ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സില് കേരള, കർണാടക, തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ടോർട്ടോയ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വൾനറബിൾ കാറ്റഗറി, IUCN സ്റ്റാറ്റസ് വൾനറബിൾ ആണ്. ലാർജസ്റ്റ് ഫോറസ്റ്റ് ടോർട്ടോയ്സ് ആണ്. ഫോറസ്റ്റിലെ ലാർജസ്റ്റ് ടോർട്ടോയ്സ് ആണ് ട്രാവൻകൂർ ടോർട്ടോയ്സ്. ഇത് വെസ്റ്റേൺ ഗട്ട്സിലാണ് കാണുന്നത്. ഓക്കെ,
ഇനി കുറച്ച് ടോർട്ടോയ്സും അതിന്റെ IUCN സ്റ്റാറ്റസും വളരെ ഇമ്പോർട്ടന്റ് ആണോ ചോദിക്കാറുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ടേർട്ടിൽസ് ആണ്. നമുക്ക് ഓരോ ടേർട്ടിൽസിന്റെയും അതിന്റെ IUCN സ്റ്റാറ്റസും കൂടെ നോക്കാം. സോ IUCN സ്റ്റാറ്റസ് ഞാൻ പറയാം. ഹോക്സ് ബില്ലും ലോഗർ ഹെഡും ഇവർ രണ്ടുപേരും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്? ഓക്കെ, എക്സ്റ്റിങ്ഷന്റെ കുറച്ച് തൊട്ട് മുന്നത്തെ അവസ്ഥയാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അടുത്തത് ലെതർ ബാക്ക്. ലെതർ ബാക്കും ഒലീവ് റിഡ്ലി ടേർട്ടിൽസും ഇവർ രണ്ടുപേരും വൾനറബിൾ ആണ്. എന്താണ് വൾനറബിൾ? ഗ്രീൻ ടേർട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? എൻഡേഞ്ചേർഡ് ആണ്. മനസ്സിലായോ? എൻഡേഞ്ചേർഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു സംഭവം പറഞ്ഞുതരാം. IUCN ഒരു റെഡ് ലിസ്റ്റ് എന്ന സാധനമുണ്ട്. അപ്പം അതില് നമ്മുടെ ഓരോ സ്പീഷീസിന്റെയും അവരുടെ പോപ്പുലേഷനും അവരുടെ കണ്ടിന്യൂറ്റീവ് ഹാബിറ്റേറ്റിൽ അവരുടെ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മൾ അതിനെ റാങ്ക് ചെയ്യും. IUCN ആണ് റാങ്ക് ചെയ്യുന്നത്. റെഡ് ലിസ്റ്റ് എന്ന് പറയും. റെഡ് ഡാറ്റ ബുക്ക്. അപ്പം IUCN റെഡ് ലിസ്റ്റ്. അപ്പം അതിലാണ് ഇവരിങ്ങനെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ഉണ്ട്, പിന്നെ എക്സ്റ്റിങ്ക്റ്റിന്റെ വൈൽഡ് ഉണ്ട്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഉണ്ട്, എൻഡേഞ്ചേർഡ് ഉണ്ട്, വൾനറബിൾ ഉണ്ട്, പിന്നെ ഇത് ഇത്രയാണ് അതിൽ വരുന്ന സംഭവം. മനസ്സിലായല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ കൂടി പോകണം. മനസ്സിലായല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ പ്രൊട്ടക്ഷൻ കുറയും, ഇങ്ങോട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ കൂടും. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ IUCN ഇതിലുള്ള ടേർട്ടിൽസിന്റെ ഒരു ഇതാണ് പറയുന്നത്. ഹോക്സ് ബില്ലും നമ്മുടെ ലോഗർ ഹെഡും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗ്രീൻ ടേർട്ടിൽ എൻഡേഞ്ചേർഡും, ലെതർ ബാക്കും ഒലീവ് റിഡ്ലി ടേർട്ടിലും വൾനറബിൾ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഒരു കൈൻഡ് ഓഫ് ടേർട്ടിലേക്ക് പോവാണ്. ഈ ഒരു എൻവയോൺമെന്റ് ഡേയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം റെഡ് സീ ടേർട്ടിലിനെ പറ്റിയിട്ടാണ്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്നാൽ മനുഷ്യനാൽ സംബന്ധിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ച്. ആന്ത്രോ എന്ന് വെച്ചാൽ അറിയാലോ, മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ കാരണം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന് ചുറ്റും ജീവിക്കുന്ന സഹജീവികളാണ്, അല്ലെ? അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റെഡ് സീ ടേർട്ടിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. റെഡ് സീ ടേർട്ടിലിനെ ഇപ്പൊ പറ്റിയത് എന്തെന്ന് വെച്ചാല്, റെഡ് സീ ടേർട്ടിലിന് ഒരു പിവറ്റൽ ടെമ്പറേച്ചർ ഉണ്ട്, 29.2 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ഇവർ മെയിൽ ആണോ ഫീമെയിൽ ആണോ. ഇതിന്റെ ഈ ഒരു ടെമ്പറേച്ചറിന് മേളിൽ പോവാണെങ്കിൽ അത് ഫീമെയിൽ ആവും, അതിന് താഴെ പോവാണെങ്കിൽ അത് മെയിൽ ആവും. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓഷന്റെ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ ഈ 29.2 ഡിഗ്രി സെൽഷ്യസ് കൂടാണ് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ 50 to 50% ആണ്, 50:50 ആണ് നമ്മുടെ റെഡ് സീ ടേർട്ടിലിന്റെ പോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതായത് 50 മെയിൽ ഉണ്ടെങ്കിൽ 50 ഫീമെയിൽ ഉണ്ടാവും, കാരണം അവരുടെ ടെമ്പറേച്ചർ എപ്പോഴും കാണും. പക്ഷേ നമ്മുടെ ഓഷ്യൻസ് ആർ ബിക്കമിങ് വെരി വാർമിംഗ്, അല്ലെ? വാമർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 29 പോയിന്റ് കടന്നു പോകാനുള്ള ചാൻസ് ആണ് എപ്പോഴും ഉള്ളത്. അപ്പോ ഇപ്പോ നമ്മുടെ സയന്റിസ്റ്റ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ റെഡ് സീ ടേർട്ടിൽസ് എന്ന് പറയുന്നത് ഓവർലി ഫീമെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് കൂടുതലും ഫീമെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അവരുടെ വംശനാശ ഭീഷണിക്ക് ഒരു പ്രശ്നമായി മാറും. കാരണം ഫീമെയിൽസ് മാത്രം ഉണ്ടായാൽ എന്തുണ്ടാവില്ല, പ്രോജനി ഉണ്ടായാൽ പുതിയത് വരത്തില്ല. അപ്പം ആ സംഭവം ഈ റെഡ് സീ ടേർട്ടിലാണ് വരുന്നത്. റെഡ് സീ ടേർട്ടിൽ എന്ന് പറയുന്നത് ഹോം ഓഫ് 5 out of 7 സ്പീഷീസ് ഓഫ് ടേർട്ടിൽ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന 7 സ്പീഷീസ് ഓഫ് ടേർട്ടിലും ഇതിൽ റെഡ് സീ ടേർട്ടിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന സാധനമാണ് നക്ഷത്രാമ, അല്ലെ? അപ്പൊ ഈ നക്ഷത്രാമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ IUCN സ്റ്റാറ്റസ് എന്താണ് നക്ഷത്രാമയുടെ? വൾനറബിൾ ആണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്. സോ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് എന്ന് പറയുന്നതിന്റെ IUCN സ്റ്റാറ്റസ് വൾനറബിൾ ആണ്. പക്ഷെ ഇന്ത്യയിൽ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ആ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ഇതിനെ ഹയസ്റ്റ് കാറ്റഗറി ഓഫ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വേറൊന്നും കണ്ടല്ല, ഇതിനെ വലിയ രീതിയിൽ ഇല്ലീഗൽ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്റ്റാർ ടോർട്ടോയ്സിന് നമ്മൾ ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഒരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവിടെ പ്രശ്നം സംഭവിക്കുന്നത് നമ്മളവിടെ കസ്റ്റംസ് ആക്ട് എന്ത് ചെയ്യാണ്, വയലേറ്റ് ചെയ്യാണ്. അത് മാത്രമല്ല, നമ്മൾ ഇത് വേറെ വെളി രാജ്യങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റംസ് ആക്ടിന്റെ വയലേഷനിൽ വരും. അപ്പം ഇത് ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വൾനറബിൾ കാറ്റഗറിയാണ്, പക്ഷെ ഇന്ത്യയിൽ ഹയസ്റ്റ് മോഡ് ഓഫ് അക്രേഷൻ ഷെഡ്യൂൾ 1 തന്നെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ ഇട്ടിരിക്കുന്നത്. സോ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ ട്രേഡിംഗ്, ഇല്ലീഗൽ ട്രാഫിക്കിംഗ് ആണ് ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിന് വരുന്നത്. ഇനി ബാക്കിയുള്ള ഗാൻജറ്റിക് ഡോൾഫിൻ നോക്കാം. ഓക്കെ, ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത് നമ്മുടെ
ആ പേര് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗാൻജറ്റിക് ഡോൾഫിന്റെ IUCN സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാൻജറ്റിക് ഡോൾഫിൻ ഓക്കെ, വളരെ പാവം പിടിച്ച ഒരു ജീവിയാണ്. നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഓക്കെ, സോ ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആണ് കേട്ടോ. എൻഡേഞ്ചേർഡ് ആണ്. ഇത് വളരെ വൈകാതെ എക്സ്റ്റിൻറ്റ് ആവും. കാരണം ഗംഗയിലുള്ള പൊല്യൂഷനെ പറ്റി നമുക്ക് നല്ലോണം അറിയാം അല്ലെ. ഈവൻ കൊറോണയുടെ സമയത്ത് പോലും ആൾക്കാർ ശവം കൊണ്ട് ഗംഗയിലങ്ങ് തള്ളുകയാണ് ചെയ്യുന്നത്. എനിവേ, ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആണ്. ബാക്കിയുള്ള പറ്റി പറയാം. ഗാൻജറ്റിക് ഡോൾഫിൻ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമലാണ്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമലാണ് ഗാൻജറ്റിക് ഡോൾഫിൻ. ഈ ഗാൻജറ്റിക് ഡോൾഫിൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഗാൻജറ്റിക് ഡോൾഫിൻ ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു നദിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ നദി വളരെ നല്ല നദി എന്നുള്ളത് ഇതാണ്. അതായത് ആ നദി നല്ല ലൈവ്ലി ആയിട്ട് ഓടുന്നു, അല്ലെങ്കിൽ ആ നദി ഇസ് വെരി ഗുഡ്, നോട്ട് പൊല്യൂട്ടഡ് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇത് തരുന്നുണ്ട്. സോ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ ആണ് ഓഫ് ഗുഡ് വാട്ടർ അല്ലെങ്കിൽ ഗുഡ് റിവേഴ്സ് എക്കോസിസ്റ്റത്തിന്റെ ഗുഡ് ഇൻഡിക്കേറ്റർ ആണ് ഗാൻജറ്റിക് ഡോൾഫിൻ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഫ്രഷ് വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇവർക്ക് കണ്ണും കൂടെ കണ്ടുകൂടാ. they cannot see, they are blind. ഓക്കെ, നമ്മൾ ഡോൾഫിനൊക്കെ വിളിക്കുന്നെങ്കിൽ പോലും they are blind, they are in ഫ്രഷ് വാട്ടറിലാണ് ജീവിക്കുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഗാൻജറ്റിക്, ഗേഞ്ചസ്, ബ്രഹ്മപുത്ര, മേഘ്ന ഈ റിവർ സിസ്റ്റത്തിലുണ്ട്. അതേപോലെ തന്നെ കർണാകുലി, സാംഗു റിവർ സിസ്റ്റം ഓഫ് നേപ്പാൾ, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അപ്പൊ ഈ നേപ്പാൾ, ഇന്ത്യ, ബംഗ്ലാദേശിലാണ് ഈ ഗാൻജറ്റിക് ഡോൾഫിൻസ് കാണുന്നത്. ഗേഞ്ചസ്, ബ്രഹ്മപുത്ര, മേഘ്ന റിവർ സിസ്റ്റം ആൻഡ് കർണാകുലി, സാംഗു റിവർ സിസ്റ്റത്തിലും നമ്മുടെ ഈ ഒരു ഗാൻജറ്റിക് ഡോൾഫിനെ കാണാൻ സാധിക്കും. ആൻഡ് IUCN സ്റ്റാറ്റസ് ഇസ് എൻഡേഞ്ചേർഡ്. വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഇന്നത്തെ സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീഡിയോ കൂടെ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, this video shows a lot about the sustainable living. Okay, നമുക്ക് എങ്ങനെ നല്ല സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാം. ഇപ്പൊ നമ്മളൊരു കടയിൽ പോവാണ്, ഗ്രോസറി സ്റ്റോറിൽ പോവാണെങ്കിൽ what we use maximum is plastic അല്ലെ. ഈവൻ നമ്മൾ കാണുകയാണ് കിവി ഫ്രൂട്ട് അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ചസ്, അതിനൊക്കെ എടുത്ത് എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെച്ചിട്ട് അതിന് കിലോ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേപ്സിനെ അരിഞ്ഞിട്ട് അതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫുൾ ഓഫ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പൊ ഈ ഒരു വീട് കണ്ടു നോക്കാം. ഇതിൽ നമ്മൾ ഇതൊരു വേറൊരു രാജ്യത്തെ ഒരു ഗ്രോസറി സ്റ്റോർ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കുപ്പി കൊണ്ടുപോവുക, അതുപോലെ അവിടെ നിന്ന് കുപ്പി തരും, ബട്ട് നമ്മൾ തിരിച്ച് കുപ്പി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഗ്ലാസ് ഉള്ള മെയ്ഡ് ഓഫ് ഇതാണ്. അതോടൊപ്പം തന്നെ അവര് നമുക്ക് അവിടെ നിന്ന് ഗ്രോസറി ഇങ്ങനെ എടുക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള അടിപൊളി ഒരു ഗ്രോസറി സ്റ്റോറാണ്. ഓക്കെ, സോ ഇങ്ങനെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും നമുക്ക് പ്ലാസ്റ്റിക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്ന്. ബട്ട് പ്ലാസ്റ്റിക് ഒഴിച്ചു കൂടാൻ പറ്റുന്ന പല 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 സംഭവങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ടൊമാറ്റോ സോസ് വരെ സീവീഡ് എന്നറിയാലോ. സീവീഡ് അല്ല കേട്ടോ, സീവീഡ്. ഓക്കെ, സീയിൽ വളർന്ന ഒരു തരം ഗ്രാസ് ആണ്. ഗ്രാസ് എന്ന് പറയാൻ പറ്റില്ല, സീവീഡ്. അപ്പം ഈ സാധനത്തിന് യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവർ പോലെ ആക്കി, അത് എഡിബിൾ ആണ്. സീവീഡ് എഡിബിൾ ആണ്, കഴിക്കാൻ സാധിക്കും. നല്ല പ്രോട്ടീൻ ആൻഡ് മിനറൽസ് ഉള്ള സംഭവമാണ്. അപ്പൊ ഈ സീവീഡിന്റെ ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, പക്ഷെ പ്ലാസ്റ്റിക് അല്ല. അപ്പം സീവീഡ് യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് പോലെ കവേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് സസ്റ്റൈനബിൾ വേ ഓഫ് ലൈഫ് ഒരിക്കലും പറ്റില്ല. ഈവൻ ഈ പെൻ മുതൽ ഈ ഒരു ബോർഡ് വരെ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ സ്റ്റിൽ നമുക്ക് അത് റീപ്ലേസബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. Hope India will soon be a amazing sustainable country because India have potential ഉണ്ട്. And I hope you guys like the session and എന്തെങ്കിലും doubts or clarification ഉണ്ടെങ്കിൽ comment ചെയ്യുക. And see you next video. Thank you so much and bye bye.